നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മൂന്നാർ പഞ്ചായത്ത് നായകളെ കൂട്ടത്തോടെ കൊന്നു കുഴിച്ചുമൂടിയതായി പരാതി. പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്ത് കുഴിച്ചുമൂടിയതായി പരാതി ഉയർന്നിരിക്കുന്നത് 200ഓളം നായകളെ. സംഭവത്തിൽ ഇടുക്കി അനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിൽ മൂന്നാർ പഞ്ചായത്ത് അധികൃതർക്കെതിരെ പോലീസ് കേസെടുത്തു. കാർഡമം ഹിൽ റിസർവിൽ നിന്നും വ്യാപകമായി മരം മുറിച്ചു കടത്തിയ സംഭവത്തിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ കേസെടുത്തിരിക്കുന്നത് ശാന്തൻപാറ പേത്തൊട്ടിയിൽ നിന്നും മരം മുറിച്ചു കടത്തിയ സംഭവത്തിൽ. കേസിൽ സംസ്ഥാന വനം വകുപ്പിലെ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഉൾപ്പെടെ 5 കക്ഷികൾക്ക് ദേശീയ ഹരിത ട്രിബ്യൂണൽ നോട്ടീസ് അയച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം സർക്കാർ LP സ്കൂളിന് സമീപം ഇടിഞ്ഞ് റോഡിലേക്ക് നിരങ്ങിയെത്തിയ മണ്ണ് നീക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായി ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ. മുമ്പ് ഇവിടെ നിന്ന് ഇടിഞ്ഞ മണ്ണ് കോരി നീക്കം ചെയ്തിരുന്നുവെന്നും ശേഷിക്കുന്ന മണ്ണ് വീണ്ടും നിരങ്ങി റോഡിന്റെ മധ്യഭാഗത്തോളം എത്തുകയാണ് ഉണ്ടായിട്ടുള്ളതെന്നും സബ് കളക്ടർ. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. രാജ്യസ്നേഹത്തിന്റെ മഹത്തരമായ പ്രതീകമായി ഖാദി ഉൽപ്പന്നങ്ങളെ നിലനിർത്താൻ സാധിച്ചുവെന്ന് മന്ത്രി. രാജ്യത്തിന്റെ മതേതര കാഴ്ചപ്പാടിനെ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് ഖാദി എന്നും റോഷി അഗസ്റ്റിൻ. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാർ പഞ്ചായത്ത് നായകളെ കൂട്ടത്തോടെ കൊന്നു കുഴിച്ചുമൂടിയതായി പരാതി. 200ഓളം നായകളെയാണ് പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്ത് കുഴിച്ചുമൂടിയതായി പരാതി ഉയർന്നിരിക്കുന്നത്. സംഭവത്തിൽ ഇടുക്കി അനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിൽ മൂന്നാർ പഞ്ചായത്ത് അധികൃതർക്കെതിരെ പോലീസ് കേസെടുത്തു. 200ഓളം നായ്ക്കളെ കുഴിച്ചു മൂടിയെന്നാണ് ഇടുക്കി അനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിൽ പറയുന്നത്. നായ്ക്കളെ പിടികൂടി പഞ്ചായത്ത് വാഹനത്തിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് അനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങൾ പരാതി നൽകിയത്. നായ്ക്കളെ കൂട്ടത്തോടെ പിടികൂടി നല്ലതണ്ണി കല്ലാറിലെ മാലിന്യ പ്ലാന്റിലെത്തിച്ച കുഴിച്ചു മൂടിയെന്നാണ് ആരോപണം. നായ്ക്കളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാനായി തിരക്കി ഇറങ്ങിയപ്പോഴാണ് കൊന്നതായി അറിഞ്ഞത്. തുടർന്ന് പരാതി നൽകുകയായിരുന്നുവെന്ന് അനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങൾ പറഞ്ഞു. തെരുവ് നായ്ക്കളെ കൊണ്ട് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ ആൾക്കാരെ കടിച്ചു എന്ന് പറഞ്ഞൊരു ഇതിലാണ് നമ്മൾ അവിടെ ചെന്ന് അന്വേഷിക്കാൻ ചെല്ലുന്നത്. അന്വേഷിച്ച് പിടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ താൽക്കാലികമായിട്ടുള്ള അഭയകേന്ദ്രത്തിലേക്ക് മാറ്റാൻ വേണ്ടി, പ്രശ്നക്കാരായ നായ്ക്കളെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ചെന്നത്. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നായ്ക്കളെ കാണാൻ സാധിച്ചില്ല. കാണാൻ സാധിക്കാതെ വന്നപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് നമുക്കൊരു വീഡിയോ ക്ലിപ്പ് കിട്ടി. കാരണം നായ്ക്കളെ പിടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ്. അത് ആരാണ് പിടിച്ചുകൊണ്ട് പോയെന്ന് പഞ്ചായത്തിൽ പോയി നമ്മൾ അന്വേഷിച്ച് കഴിയുമ്പോഴത്തേക്കും പറഞ്ഞു പഞ്ചായത്തിന് അറിവില്ലാത്തൊരു കാര്യമാണെന്ന് പറയുകയും അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷണം നടത്തിയപ്പോൾ പഞ്ചായത്തിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് വെച്ചാൽ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്ന വണ്ടിയിലാണ് ഈ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോയെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അവിടെ വേസ്റ്റ് മാനേജ്മെന്റ് സൂപ്പർവൈസറാണ് ഇതിന് മുൻകൈ കൊടുത്തതെന്നും പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് അധികൃതരും അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതെന്നും നമുക്ക് അറിയാൻ സാധിച്ചു. അത് എവിടെയാണെന്ന് കൊണ്ടുപോയി കുഴിച്ചിട്ടതെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് പഞ്ചായത്തിന്റെ നല്ല തന്നെയിലുള്ള വേസ്റ്റ് യാർഡിലാണ് കൊണ്ടുപോയി ഒരു കിണറിനോട് ചേർന്നുള്ള ഭാഗത്ത് വലിയ കുഴിയെടുത്താണ് 200ഓളം നായ്ക്കളെ കുഴിച്ചു മൂടിയത്. അപ്പോൾ അതിന് നമുക്ക് ആശങ്കാപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ കൊല്ലാൻ ഉപയോഗിച്ച മാരകമായ വിഷം തന്നെയാണ് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നത്. കാരണം സൈനൈഡ് പോലെയുള്ള ഒരു മാരകമായ വിഷമാണ് ഇതിനകത്ത് ഉപയോഗിച്ചതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അവിടെ പടയപ്പ പോലെയുള്ള ആനകൾ എപ്പോഴും വരുന്ന സ്ഥലമായതുകൊണ്ടും അവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടും അവരിത് ഉപയോഗിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ മാരകമായ വിഷം അവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നും ഈ വേസ്റ്റ് മാനേജ്മെന്റ് സൂപ്പർവൈസർക്ക് ഇത് കയ്യിൽ വെക്കാനുള്ള ലൈസൻസോ അധികാരമോ ഉണ്ടോ എന്നും അന്വേഷിക്കണമെന്നാണ്. നമുക്ക് ഈ വണ്ടി കസ്റ്റഡിയിലെടുത്ത് ഈ ആളെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷിച്ചാൽ മാത്രമാണ് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. സംഭവത്തിൽ മൂന്നാർ പഞ്ചായത്ത് അധികൃതർക്കെതിരെ പോലീസ് കേസെടുത്തു. അതേസമയം പഞ്ചായത്ത് പരാതി നിഷേധിച്ചു. കേസ് പോലീസ് അന്വേഷിക്കട്ടെ എന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ പ്രതികരണം. കാർഡമം ഹിൽ റിസർവിൽ നിന്നും വ്യാപകമായി മരം മുറിച്ചു കടത്തിയ സംഭവത്തിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ കേസെടുത്തു. ശാന്തൻപാറ പേത്തൊട്ടിയിൽ നിന്നും മരം മുറിച്ചു കടത്തിയ സംഭവത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. കേസിൽ സംസ്ഥാന വനം വകുപ്പിലെ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഉൾപ്പെടെ 5 കക്ഷികൾക്ക് ദേശീയ ഹരിത ട്രിബ്യൂണൽ നോട്ടീസ് അയച്ചു. വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ നടക്കുന്ന മരംമുറി വനസംരക്ഷണ നിയമത്തിനും പരിസ്ഥിതി സംരക്ഷണ നിയമത്തിനും എതിരാണെന്ന് ട്രിബ്യൂണൽ വ്യക്തമാക്കി. കേസിന്റെ തുടർ നടപടികൾ ഹരിത ട്രിബ്യൂണലിന്റെ സൗത്ത് സോൺ ബെഞ്ചിൽ നടക്കുമെന്നും ഡൽഹിയിലെ പ്രിൻസിപ്പൽ ബെഞ്ച് വ്യക്തമാക്കി. വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ കാർഡമം ഹിൽ റിസർവിൽപ്പെട്ട 40 ഏക്കർ ഭൂമിയിലെ മരം മുറിക്കുന്നുവെന്ന മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്വമേധയാ കേസെടുത്തത്. ഈ ഭൂമിയുടെ ഉടമ അടിമാലി സ്വദേശിയായ വ്യക്തിക്ക് ഏലകൃഷി നടത്തുന്നതിന് പാട്ടത്തിന് വസ്തു നൽകിയിരുന്നു.
പാട്ടത്തിനെടുത്ത വ്യക്തിയാണ് വസ്തുവിലെ മരങ്ങൾ മുറിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത്. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ പ്രിൻസിപ്പൽ ബെഞ്ചിലെ ചെയർപേഴ്സൺ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ, വിദഗ്ധ അംഗങ്ങളായ ഡോക്ടർ എ സെന്തിൽവേൽ, ഡോക്ടർ അഫ്രേഡ് അഹമ്മദ് എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തത്. കേസിൽ സംസ്ഥാന വനംവകുപ്പിലെ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ, ഇടുക്കി ജില്ലാ കളക്ടർ, സംസ്ഥാന മലിനീകരണ ബോർഡ്, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം, കേന്ദ്ര മലിനീകരണ ബോർഡ് തുടങ്ങിയവർക്ക് ദേശീയ ഹരിത ട്രിബ്യൂണൽ നോട്ടീസ് അയച്ചു. ഹരിത ട്രിബ്യൂണലിന്റെ സൗത്ത് സോൺ ബെഞ്ചിന് മുമ്പാകെ നോട്ടീസിനുള്ള മറുപടി ഫയൽ ചെയ്യാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 24-ന് ഈ കേസ് ഹരിത ട്രിബ്യൂണലിന്റെ സൗത്ത് സോൺ ബെഞ്ച് പരിഗണിക്കും. അതിന് ഒരാഴ്ച മുമ്പ് നോട്ടീസിനുള്ള മറുപടി ഫയൽ ചെയ്യണമെന്നാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ നിർദ്ദേശം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം സർക്കാർ LP സ്കൂളിന് സമീപം ഇടിഞ്ഞ് റോഡിലേക്ക് നിരങ്ങിയെത്തിയിട്ടുള്ള മണ്ണ് നീക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായി ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ. മുമ്പ് ഇവിടെ നിന്ന് ഇടിഞ്ഞ മണ്ണ് കോരി നീക്കം ചെയ്തിരുന്നുവെന്നും ശേഷിക്കുന്ന മണ്ണ് വീണ്ടും നിരങ്ങി റോഡിന്റെ മധ്യഭാഗത്തോളം എത്തുകയാണ് ഉണ്ടായിട്ടുള്ളതെന്നും സബ് കളക്ടർ പറഞ്ഞു. വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശത്തെ കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ മഴക്കാലത്തായിരുന്നു ദേശീയപാതയിൽ ദേവികുളം സർക്കാർ LP സ്കൂളിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത്. ഇടിഞ്ഞ മണ്ണ് റോഡരികിൽ കൂടി കിടന്നിരുന്നതിനാൽ ഗതാഗത തടസ്സമുണ്ടായില്ല. എന്നാൽ മണ്ണ് റോഡിൽ ഇടിഞ്ഞു കിടക്കുന്നത് പ്രദേശത്ത് അപകട സാധ്യത ഉയർത്തുന്നുവെന്ന ആശങ്ക റോഡിന് താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ മുമ്പോട്ട് വച്ചിരുന്നു. ഇടിഞ്ഞ മണ്ണ് പൂർണ്ണമായി നീക്കി റോഡരികിൽ സുരക്ഷാ ഭിത്തി തീർക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ഇക്കാര്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാതെ വന്നതോടെ റോഡരികിൽ ഇടിഞ്ഞുകിടക്കുന്ന മണ്ണ് കൂടുതലായി നിരങ്ങി റോഡിന് മധ്യഭാഗം വരെ എത്തി. ഈ സാഹചര്യത്തിലാണ് റോഡിലേക്ക് നിരങ്ങിയെത്തിയിട്ടുള്ള മണ്ണ് നീക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായി ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ അറിയിച്ചത്. മണ്ണ് നീക്കം ചെയ്യാനുള്ള ഡയറക്ഷൻ ഓൾറെഡി NHAയ്ക്ക് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏതൊരു 2 ആഴ്ചയ്ക്ക് മുന്നേ മണ്ണ് നീക്കം ചെയ്തതാണ്. അപ്പോൾ ഇത് ഒരു സ്ലോയിൽ സ്ലംപ് എന്ന രീതിയിലാണ് ജിയോളജിസ്റ്റ് അന്ന് എക്സാമിൻ ചെയ്തിട്ട് പറഞ്ഞത്. ഇപ്പോൾ റോഡിൻ്റെ പകുതിയോളം മണ്ണ് വന്ന് കിടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഉടനടി നീക്കം ചെയ്യാനുള്ള ഡയറക്ഷൻ ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ്. മണ്ണ് നീക്കുന്നതും സുരക്ഷാ ഭിത്തി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് മുമ്പ് പരിശോധന നടത്തുകയും നീക്കേണ്ടുന്ന മണ്ണ് സംബന്ധിച്ച് കണക്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കുറച്ച് മണ്ണ് നീക്കുകയും ചെയ്തു. എന്നാൽ മഴക്കാലം ആരംഭിച്ചതോടെ കാര്യങ്ങൾ പഴയപടിയായി. സംരക്ഷണ ഭിത്തി നിർമ്മാണം നടക്കാത്തതിനാൽ ശക്തമായ മഴ തുടർന്നാൽ പ്രദേശത്ത് ഇനിയും മണ്ണിടിയാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധത്തിന് രൂപം നൽകുമെന്ന് പ്രദേശവാസികൾ ദിവസങ്ങൾക്ക് മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാജ്യസ്നേഹത്തിന്റെ മഹത്തരമായ പ്രതീകമായി ഖാദി ഉൽപ്പന്നങ്ങളെ നിലനിർത്താൻ സാധിച്ചുവെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴ PWD റെസ്റ്റ് ഹൌസിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ മതേതര കാഴ്ചപ്പാടിനെ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് ഖാദി എന്നും മന്ത്രി പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ ഓർമ്മകളും സ്വാതന്ത്ര്യ സമരവും സ്വാതന്ത്ര്യാനന്തര ഭാരതവും തുടങ്ങി ഒരു കാലഘട്ടത്തിന്റെ സ്മരണകൾ മാറ്റി നിർത്താൻ പറ്റാത്ത മേഖലയായി ഖാദിയെ നമ്മൾ കാണുന്നു. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ നേതൃത്വത്തിൽ പുതിയ ഉൽപ്പന്നങ്ങൾ ആധുനിക ഡിസൈനുകളോടുകൂടി സമൂഹത്തിലെത്തിക്കാനുള്ള പരിശ്രമങ്ങൾ വിജയിച്ചു. രാജ്യസ്നേഹത്തിന്റെ മഹത്തരമായ പ്രതീകമായി ഖാദി ഉൽപ്പന്നങ്ങളെ നിലനിർത്താൻ സാധിച്ചുവെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. രാജ്യസ്നേഹത്തിന്റെ മഹത്തരമായ പ്രതീകമായി നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുന്ന ഖാദി ഉൽപ്പന്നങ്ങൾ ഇന്നലെ വളരെയേറെ പ്രസക്തി അർപ്പിച്ചിരിക്കുന്നു. ഖാദി വ്യവസായ ബോർഡിന്റെ കീഴിൽ വിവിധയായിട്ടുള്ള ഷോപ്പുകളും പുതിയ ഉൽപ്പന്നങ്ങളും പഴയ രീതിയും സംസ്കാരമെല്ലാം മാറി ആധുനിക രീതിയിലുള്ള ഫാഷൻ ഡിസൈൻസ് എല്ലാം ഇന്ന് സമൂഹത്തിൽ എത്തിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ വിജയിച്ചിട്ടുണ്ട്. തൊടുപുഴ നഗരസഭാ ചെയർമാൻ K. ദീപക് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം MJ ജേക്കബ് ആദ്യ വിൽപ്പനയും നഗരസഭാ കൗൺസിലർ PG രാജശേഖരൻ സമ്മാന കൂപ്പൺ വിതരണവും നിർവഹിച്ചു. യോഗത്തിൽ ഖാദി ബോർഡ് അംഗം KS രമേഷ് ബാബു, പ്രൊജക്ട് ഓഫീസർ ഷീനാമോൾ ജേക്കബ്, ഖാദി ബോർഡ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഖാദി വസ്ത്രങ്ങൾക്ക് 30% സർക്കാർ റിബേറ്റും 25 ലക്ഷം രൂപയുടെ ആകർഷകമായ സമ്മാന പദ്ധതികളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 4-ന് മേള അവസാനിക്കും. ഇടുക്കി ജില്ലാ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമി ചാമ്പ്യൻഷിപ്പ് നിലനിർത്തി. 466 പോയിന്റോടെയാണ് ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമി തുടർച്ചയായ 2ാം വർഷവും കിരീടം നിലനിർത്തിയത്. 2 ദിവസങ്ങളിലായി നെടുങ്കണ്ടം സ്റ്റേഡിയത്തിലാണ് ജില്ലാ ജൂനിയർ അത്ലറ്റിക് മീറ്റ് നടന്നത്. ചാമ്പ്യൻഷിപ്പിൽ 345 പോയിന്റോടെ NR സിറ്റി SNV സ്കൂൾ 2ാമതും 297 പോയിന്റോടെ അടിമാലി വിശ്വദീപ്തി 3ാമതുമെത്തി.
അണ്ടർ 20 വിഭാഗത്തിൽ 101 പോയിന്റോടെ അടിമാലി വിശ്വദീപ്തി ഒന്നാമതെത്തിയപ്പോൾ 96 പോയിന്റോടെ ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമി രണ്ടാമതും 50 പോയിന്റോടെ ബാലഗ്രാം ജവഹർലാൽ നെഹ്റു കോളേജ് മൂന്നാമതും എത്തി. അണ്ടർ 18 വിഭാഗത്തിൽ 178 പോയിന്റോടെ ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമി ചാമ്പ്യന്മാരായപ്പോൾ 97 പോയിന്റോടെ NR സിറ്റിയാണ് റണ്ണറപ്പ് ആയത്. അണ്ടർ 16 വിഭാഗത്തിലും 128 പോയിന്റോടെ ഹൈറേഞ്ച് അക്കാദമി കിരീടം നേടി. 104 പോയിന്റ് നേടിയ കാൽവരി മൗണ്ട് കാർമൽ സ്പോർട്സ് ക്ലബ്ബാണ് രണ്ടാമത്. വിജയികൾ 16 മുതൽ 18 വരെ കോഴിക്കോട് നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയെ പ്രതിനിധീകരിക്കും. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU കട്ടപ്പന ഏരിയ സമ്മേളനം നടന്നു. ഇരട്ടിയാർ ശാന്തിഗ്രാം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. സംഘടനാ ജില്ലാ സെക്രട്ടറി TC രാജശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ കട്ടപ്പന ഏരിയയ്ക്ക് കീഴിലുള്ള വിവിധ മേഖലകളിലുള്ള ആളുകൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമ്മേളനത്തിന് മുന്നോടിയായി ഏരിയ പ്രസിഡന്റ് ടോമി തോമസ് പതാക ഉയർത്തി. തുടർന്ന് പുഷ്പാർച്ചന നടന്നു. സുനീഷ് KG അനുശോചന പ്രമേയവും നിജേഷ് KR രക്തസാക്ഷി പ്രമേയവും TS മനോജ് പ്രവർത്തന റിപ്പോർട്ടും R രാധാകൃഷ്ണൻ നായർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംഘടനാ ജില്ലാ സെക്രട്ടറി TC രാജശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ തെറ്റായ വഴിക്ക് സഞ്ചരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ തെറ്റ് മാറ്റിവെച്ച് ശരിയുടെ പാതയിലേക്ക് കടന്നു വരണം. അതിന് മാറ്റം വരുത്തേണ്ട, ആഭ്യന്തരമായി വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തണം. അതിന് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ നേതൃത്വം കൊടുക്കണമെന്ന് അതിലാണ് ചെയ്യും. നമ്മൾ തന്നെ വിചാരിച്ചത് നടക്കൂ. നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ തെറ്റായ കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമുക്ക് കാര്യങ്ങൾക്കറിയാം. നമ്മൾ കമ്മിറ്റി കൂടിയെല്ലാം കണ്ടെത്തിയേ പറ്റൂ. അത് അതാത് സ്ഥലത്തെ മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ആ മാനേജ്മെൻറ്റിൻ്റെ കൂടി സഹകരണത്തോട് മാറ്റം വരുത്തണം. നമ്മുടെ ജില്ലയിൽ സംഭവിച്ചേക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്താ? നമുക്ക് വായ്പ കൊടുക്കാനുള്ള പരിധി വർദ്ധിപ്പിച്ചു. 40 ലക്ഷം 40 ഇപ്പോൾ പരമാവധി 40 ലക്ഷം രൂപ വരെ ഒരു അംഗത്തിന് വായ്പ കൊടുക്കാൻ ബൈലോ ഭേദഗതി കൊണ്ടാണുള്ള പ്രൊവിഷൻ ഉണ്ടായി. സംഘങ്ങളെല്ലാം ആളുകൾക്ക് പരമാവധി വായ്പ കൊടുക്കണമല്ലോ. കിട്ടാവുന്നിടത്തുനിന്നെല്ലാം വായ്പ മേടിച്ചു. കേരള ബാങ്കിൽ നിന്ന് പ്രധാനമായിട്ട് നമുക്ക് വായ്പ കിട്ടുക. നിക്ഷേപം പരമാവധി പിടിച്ചു. ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ തരളധനം സൂക്ഷിക്കണം. ഈ തരളധനം ഒന്നും നോക്കാതെ കിട്ടിയ പൈസ മുഴുവൻ എടുത്ത് വായ്പ കൊടുത്തു. കേരള ബാങ്കിൻ്റെ രൂപീകരണം വന്നപ്പോൾ ജില്ലാ ബാങ്കിൽ നിന്ന് ഓരോ സെപ്റ്റംബർ മാസത്തിലും മാർച്ച് മാസത്തിലും ചെന്നാൽ ഓടി വർദ്ധിപ്പിച്ച് കിട്ടുമായിരുന്നു. അങ്ങനെ കിട്ടുന്നതിനകത്ത് പാസ്സാക്കുന്ന ഓടിയുടെ ഒരു ഭാഗം പലിശയായിട്ട് അവർ വരവഹിക്കും. ബാക്കി കുറേ പൈസ നമുക്ക് തരും. നമ്മൾ കുറേ നാട്ടുകാർക്ക് വായ്പ കൊടുക്കും. ബാക്കി കുറേ ജീവനക്കാർ ശമ്പളം എടുക്കും. സ്ഥാപനത്തിൻ്റെ ചെലവെല്ലാം കഴിക്കും. ഇങ്ങനെ സുഖമായി വന്നുകൊണ്ടിരുന്നു. കേരള ബാങ്ക് വന്നതോടുകൂടി ഓടി വർധനവ് നിന്നു. തുടർന്ന് ചർച്ച, മറുപടി, തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു. VR സുജി, മാത്യു ജോർജ്, ടോമി ജോർജ്, MC ബിജു, EK ചന്ദ്രൻ, KP രാജശേഖരൻ പിള്ള, രാജീവ് ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടുകൊമ്പൻ പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തം. പതിവായി എസ്റ്റേറ്റ് മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ ആളുകളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുകയാണ്. അപ്രതീക്ഷിതമായി ആനയുടെ മുമ്പിൽ പെടുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട്. കുണ്ടള ചെണ്ടുവര എസ്റ്റേറ്റിലിറങ്ങിയ കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി. മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ സാന്നിധ്യം തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ തലവേദനയാവുകയാണ്. മഴക്കാലം ആരംഭിച്ച് വനത്തിനുള്ളിൽ തീറ്റയും വെള്ളവും വർദ്ധിച്ചിട്ടും കാട്ടുകൊമ്പൻ കാട് കയറാൻ തയ്യാറായിട്ടില്ല. ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി. നിലവിൽ കാട്ടാന കുണ്ടള ചെണ്ടുവര എസ്റ്റേറ്റ് മേഖലയിലൂടെയാണ് ചുറ്റിത്തിരിയുന്നത്. ചെണ്ടുവര എസ്റ്റേറ്റിലെത്തിയ കാട്ടാന പ്രദേശത്ത് കൃഷിനാശം വരുത്തി. അതേസമയം മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടുകൊമ്പൻ പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. പതിവായി എസ്റ്റേറ്റ് മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ ആളുകളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുന്നുവെന്നാണ് പരാതി. അപ്രതീക്ഷിതമായി ആനയുടെ മുമ്പിൽ പെടുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട്. മുമ്പ് മഴക്കാലങ്ങളിൽ കാട് കയറിയിരുന്ന കാട്ടുകൊമ്പൻ വേനൽക്കാലത്തായിരുന്നു ജനവാസ മേഖലയിൽ തിരികെ എത്തി തീറ്റ തേടിയിരുന്നത്. ആനയുടെ ഈ പ്രവണതയ്ക്കിപ്പോൾ മാറ്റം വന്നു കഴിഞ്ഞു. മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവമായിരുന്ന പടയപ്പി ഇപ്പോൾ ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുമുണ്ട്. ഇതും തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക ഉയർത്തുന്നു. അവധി ദിവസങ്ങളിൽ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് സഞ്ചാരികളുടെ വൻ തിരക്ക്. ജില്ലയ്ക്കകത്തു നിന്നും പുറത്തുനിന്നും നിരവധി ആളുകളാണ് തൂക്കുപാലവും ഇടുക്കി ജലാശയത്തിന്റെ വൃഷ്ടിപ്രദേശവും പുരാതന ക്ഷേത്രവുമൊക്കെ കാണുവാനായി എത്തുന്നത്. എന്നാൽ പരിധിയിലധികം ആളുകൾ തൂക്കുപാലത്തിൽ കയറുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇടുക്കി ജലാശയത്തിൽ വെള്ളമുയർന്നതോടെ അയ്യപ്പൻകോവിൽ തൂക്കുപാലവും പരിസരവും പുരാതന ക്ഷേത്രവും ആസ്വദിക്കാൻ അവധി ദിവസങ്ങളിൽ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. സഞ്ചാരികൾ തൂക്കുപാലവും പരിസരവും മതിയാകുമ്പോളം ആസ്വദിച്ചാണ് മടങ്ങുന്നത്. ജലാശയത്തിൽ വെള്ളം നിറഞ്ഞതോടെ ജലസഫാരികളും സജീവമായി. തൂക്കുപാലത്തിന്റെ മധ്യഭാഗത്തു നിന്നാൽ തണുത്ത കാറ്റ് വീശുന്നതും സഞ്ചാരികൾക്ക് ഇവിടെ പ്രിയങ്കരമാക്കി. ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരികൾക്കും വ്യത്യസ്ത അനുഭവങ്ങളാണ് പറയാനുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹൈറേഞ്ചിലെ അയ്യപ്പൻകോവിൽ എന്ന് പറയുന്ന സ്ഥലത്തെ തൂക്കുപാലമാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ biggest attractions in high range. So
ഇവിടെ ആര് വിസിറ്റ് ചെയ്യാലും ഈ പ്രദേശം നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകരുത്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിവിശാലമായി കിടക്കുന്ന വെള്ളം കയറി കിടക്കുന്ന ഇടുക്കി അണക്കെട്ടിൻ്റെ ഡാം സൈറ്റാണ്. അതുപോലെ തന്നെ ഡെയിലി നമ്മൾ വരുമ്പോൾ ഒരുപാട് ആൾക്കാരെ വിസിറ്റേഴ്സിനെ കാണാറുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇടുക്കി എന്ന് പറയുന്ന സ്ഥലത്ത് സന്ദർശിക്കുന്നുണ്ടെങ്കിൽ ഈ ഹാങ്ങിങ് ബ്രിഡ്ജും ഈ ജലാശയമൊക്കെ ആസ്വദിച്ച് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകുന്നതാണ്. എന്നാൽ 40 പേർക്ക് കയറാവുന്ന തൂക്കുപാലത്തിൽ 60-ലധികം പേർ കയറുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. വലിയ പാലത്തിൽ വെള്ളം കയറിയതിനാൽ ഇരുകരകളിലെയും പ്രദേശവാസികൾ തൂക്കുപാലത്തെയാണ് സഞ്ചാരത്തിനായി ആശ്രയിക്കുന്നത്. വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താതെ കിടക്കുന്ന തൂക്കുപാലത്തിന്റെ അപകടാവസ്ഥ അടിയന്തരമായി ഉദ്യോഗസ്ഥർ ഇടപെട്ട് പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കനത്ത മഴയിൽ തകർന്ന മൂന്നാർ ലക്ഷം നഗറിൽ നിന്നും MG നഗറിലേക്ക് പോകുന്ന നടപ്പുവഴിയുടെ ഭാഗം താൽക്കാലിക സംവിധാനമൊരുക്കി യാത്രായോഗ്യമാക്കി. ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടലിലൂടെയാണ് താൽക്കാലികമായി യാത്രയ്ക്ക് മാർഗമൊരുക്കിയത്. ഈ ഭാഗത്ത് ബലവത്തായ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷയും നടപ്പാതയും ഒരുക്കി നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മൂന്നാർ ലക്ഷം നഗറിൽ നിന്നും MG നഗറിലേക്ക് പോകുന്ന നടപ്പുവഴിയുടെ ഒരു ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ തകർന്നത്. ഇതോടെ യാത്രയ്ക്കായി ഈ വഴിയെ ആശ്രയിച്ചിരുന്നവർ ദുരിതത്തിലുമായി. പ്രദേശത്തെ 20-ലധികം കുടുംബങ്ങൾ ഇതുവഴിയായിരുന്നു സഞ്ചരിച്ചു വന്നിരുന്നത്. 2018-ലെ പ്രളയത്തിലാണ് നടപ്പുവഴിയുടെ ഈ ഭാഗം തകർന്നത്. പിന്നീട് ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് നടന്നു പോകാവുന്ന രീതിയിൽ പാലത്തിന് സമാന രീതിയിൽ സംവിധാനമൊരുക്കി. ഈ യാത്രാമാർഗമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ തകർന്നത്. മഴ കുറഞ്ഞതോടെ പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ വീണ്ടും സമാന രീതിയിൽ പ്രദേശത്ത് യാത്രാമാർഗമൊരുക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇത് ഈ കഴിഞ്ഞ മഴയ്ക്ക് മൊത്തം ഇടിഞ്ഞു പോയതാണ്. ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് പോയി. ഇവിടെ ഉള്ള ഒരു 10-30ഓളം കുടുംബങ്ങൾക്ക് നടക്കാൻ വഴിയില്ലാതെ ഞങ്ങൾ മെമ്പറെ മറ്റു നേതാക്കന്മാരെ അറിയിച്ചു. ഏതായാലും നമ്മുടെ വൈസ് പ്രസിഡന്റ് മെമ്പർ വന്ന് ഇതിന് പാലം ഇട്ട് തന്നു. വളരെ നന്ദിയുണ്ട്. ഇനിയും ബാക്കിയുള്ള നടപടികൾ റെഡിയാക്കി തരാമെന്ന് MLA പറഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് മെമ്പർ പറഞ്ഞു. ഇതൊക്കെ ശരിയാക്കി തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കുടുംബങ്ങൾക്ക് നടന്നു പോകുവാൻ താൽക്കാലിക സംവിധാനം ഒരുക്കിയെങ്കിലും ഈ ഭാഗത്ത് ബലവത്തായ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷയും ഒപ്പം ഉറപ്പുള്ള നടപ്പാതയും ഒരുക്കി നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. பாலம் போனதுக்கு பஞ்சாயத்து மெம்பர் எங்களுக்கு வந்து இந்த பாலம் சரி பண்ணி கொடுத்துக்காரு. ரொம்ப நன்றி சார். அது இன்னும் வந்து செஞ்சு கொடுக்கணும் சொல்லியிருக்காரு. இப்போ தற்காலிகத்துக்கு ഇത് പണി ഒത്തുകാര് പറഞ്ഞു. നന്ദി സാർ. പഞ്ചായത്തിനെ കൊണ്ട് മാത്രം തകർന്ന ഭാഗത്ത് നിർമ്മാണം നടത്താൻ കഴിയില്ലെന്നും മറ്റു സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും നിർമ്മാണത്തിന് കൂടുതൽ തുക അനുവദിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ആവശ്യപ്പെട്ടു. 30-35 குடும்பங்கள் இருக்காங்க. இந்த லட்சம் நகர்லேருந்து MG காலனிக்கு போகக்கூடிய ஒரு பொது நடபாதை இப்போ தற்காலிகமாகிட்டு பஞ்சாயத்தின் பாகத்தில் இருந்துட்டு இந்த நடபாதை இப்போ தற்காலிகமாக போட்டு கொடுத்துருக்குது. நான் அடுத்ததாக இதனுடைய சம்ரட்சண ഭിത്തി கட்டுறதுக்கு வேண்டி நல்ல ஒரு தொகை வேணும். அப்போ அதனால் இங்குள்ள MLA வந்து பார்த்துட்டு போயிருக்காரு. அவருடைய ஃபண்டுங்க நம்ம கேட்டிருக்கோம். அதே போல் ஜில்லா பஞ்சாயத்துக்கு நம்ம அறிவிச்சிருக்கு. அது கிடச்சிச்சின்னா அடுத்து மழை தொடங்கிறதுக்கு முன்னாடி உடனடியாக இதனுடைய சம்ரட்சண ഭിത്തി செஞ்சால் மட்டும்தான் இந்த நடபாதை பூர்ணமாயிட்டு செஞ்சு முடிக்க முடியும். அதனால் அதனுடைய முயற்சி பஞ்சாயத்து பாகத்திலிருந்து நம்ம என்னென்ன செய்ய முடியுங்கிற விஷயங்களை செஞ்சுக்கிட்டு இருக்கோம். ഉപ്പുതറ ശശികവല മത്തായിപ്പാറ റോഡ് നവീകരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി. നാളുകളായി തകർന്നു കിടക്കുന്ന റോഡ് നവീകരിക്കാൻ 15 ലക്ഷത്തോളം രൂപയാണ് പഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത്. ശശികവല പീസിക്കവല മത്തായിപ്പാറ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. റോഡ് നവീകരിക്കാൻ നടപടികൾ ഉണ്ടാകാതെ വന്നതോടെ പ്രതിഷേധവും ശക്തമായിരുന്നു. റോഡിന്റെ ശോച്യാവസ്ഥ HCN ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതോടെയാണ് റോഡ് റീടാറിംഗ് ചെയ്യുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തത്. 15 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് റോഡിൽ നടത്തുക. ഇപ്പോൾ 2024-25 15 ലക്ഷം രൂപയുടെ ടാറിംഗ് പണികൾ ടെൻഡർ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ മഴയുടെ കെടുതി അവസാനിച്ചാൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഈ റോഡിൻ്റെ പണികൾ പുനരുദ്ധാരണം നടത്തുകയും ഈ വഴിയുള്ള സ്കൂള്, കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കുള്ള വാഹനങ്ങളുടെയും അതുപോലെ ഈ റൂട്ടിൽ രാവിലെയും വൈകിട്ടും സർവീസ് നടത്തുന്ന ബസ്സുകളുടെയും ഇവിടെ ഇടയ്ക്ക് ട്രിപ്പ് സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകളുടെയും ഒക്കെ യാത്ര സുഗമമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി കോളനി റോഡുകൾ നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടന്നുവരികയാണ്. മഴ മാറിയാൽ ഉടൻ തന്നെ റോഡ് നിർമ്മാണം ആരംഭിക്കുവാൻ കഴിയും.
കേരള സ്റ്റാർട്ടപ്പ് മിഷനും സമഗ്ര ശിക്ഷ കേരളയും ടെക്കികളും ചേർന്ന് നടത്തിയ ടിങ്കറിംഗ് ഫെസ്റ്റ് 2025 വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് 1ാം സ്ഥാനം. 4 വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പൊതുവിദ്യാഭ്യാസ മേഖലയെ ഉന്നതിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് കുട്ടിശാസ്ത്രജ്ഞന്മാരെ രൂപപ്പെടുത്തുന്നതിന് 20 ലക്ഷം രൂപ ഒരു സ്കൂളിന് അനുവദിച്ചാണ് ടിങ്കറിംഗ് ലാബ് പ്രവർത്തിക്കുന്നത്. ഇതിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച ടിങ്കറിംഗ് ലാബിൽ പരിശീലനം നേടിയ 4 വിദ്യാർത്ഥികൾക്കാണ് സംസ്ഥാന തലത്തിൽ നടന്ന ഫെസ്റ്റിൽ 1ാം സ്ഥാനം ലഭിച്ചത്. 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ വിഷ്ണു, അലൻ, ശ്രീജൻ, രോഹിത് എന്നിവരാണ് മത്സരത്തിൽ വിജയികളായത്. ഇവർ നിർമ്മിച്ച ഓട്ടോമാറ്റിക് വാട്ടർ ടാങ്കാണ് വിജയത്തിനു പിന്നിൽ. കുട്ടികൾ സ്വന്തമായി IT അധിഷ്ഠിതമായ ചില കാര്യങ്ങൾ ചെയ്യുകയും അവർക്ക് ചെയ്ത് പരിശീലിക്കാനുള്ള സംവിധാനം നമ്മുടെ ഈ ലാബിലുണ്ട്. അപ്പോൾ വിഷ്ണു ചെറിയ രീതിയിൽ ഒരു ടാങ്ക് ഉണ്ടാക്കുകയും ഒരു വാട്ടർ ടാങ്ക് ക്രിയേറ്റ് ചെയ്യുകയും അതിൽ CAയിൽ ബന്ധിപ്പിച്ച് ജിഷ്ണു സാറിന്റെ സഹായത്തോടുകൂടി മൈക്രോ സെൻസർ, അതുപോലെ തന്നെ അഡിനോ യൂനോ ഇവയെല്ലാം കൂടെ മിക്സ് അതിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഒരു ഓട്ടോമാറ്റിക് വാട്ടർ ടാങ്ക് ക്രിയേറ്റ് ചെയ്തു. അതിന് മികച്ച രീതിയിലുള്ള ഒരു അപ്രീസിയേഷൻ കിട്ടുകയുണ്ടായി. അവരെ അതിന് സഹായിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരു നന്ദിയും അറിയിക്കുന്നു. സംസ്ഥാന സർക്കാർ അനുവദിച്ച ടിങ്കറിംഗ് ലാബിന്റെ പ്രവർത്തനം മൂലം നിരവധി കുട്ടിശാസ്ത്രജ്ഞന്മാരെ സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന് പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ K. മുരുകേശൻ പറഞ്ഞു. ജൂലൈ മാസം 25-ാം തീയതി സംസ്ഥാന തലത്ത് എറണാകുളം കളമശ്ശേരിയിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ അവർക്കത് പ്രദർശിപ്പിക്കുകയും അതിൽ നല്ല അംഗീകാരം കിട്ടുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ജില്ലയ്ക്ക് വേണ്ടി 7 സ്കൂളുകൾ മത്സരിച്ചതിൽ നമ്മുടെ വിദ്യാർത്ഥികൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. അങ്ങനെ സംസ്ഥാന തലം വരെ പോകുവാനുള്ള ഒരു അവസരവും അവർക്ക് അംഗീകാരവും കിട്ടിയിട്ടുണ്ട്. ആ സന്തോഷ വാർത്തയെ ഈ അവസരത്തിൽ അറിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. അധ്യാപകരായ ആശ PS, ഡെയ്സി റാണി R, ജാൻസി ശാന്തി, ലാബ് ഇൻചാർജ് ജിഷ്ണു B. നായർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ. സ്കൂളിൽ നടന്ന പരിപാടിയിൽ വെച്ച് കുട്ടികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പഴയ ഫ്രിഡ്ജുകൾ ഡ്രയറാക്കി മാറ്റി വർഷകാലത്തിൽ ജാതി കർഷകർക്ക് കൈത്താങ്ങാവുകയാണ് ചേലച്ചുവട് ചുരുളി സ്വദേശി ഷാജി. മാർക്കറ്റിൽ ഡ്രയറുകൾക്ക് വൻ വില നൽകേണ്ട സാഹചര്യത്തിൽ ഷാജി നിർമ്മിക്കുന്ന ഡ്രയറുകൾ കർഷകർക്ക് വലിയ ആശ്വാസമാണ്. കാലവർഷത്തിൽ ജാതി കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കായും പത്രിയും ഉണങ്ങിയെടുക്കുക എന്നത്. ഇതിന് പരിഹാരമായിട്ടാണ് ചേലച്ചുവട് ചുരുളി സ്വദേശി തെങ്ങുംതെറ്റയിൽ ഷാജി പഴയ ഫ്രിഡ്ജിൽ നിർമ്മിച്ചെടുത്ത ഡ്രയറുകൾ. 40 വാട്ട്സിന്റെ 4 ബൾബുകൾ കൊണ്ടാണ് ഡ്രയറിന്റെ പ്രവർത്തനം. 24 മണിക്കൂർ ഡ്രയർ പ്രവർത്തിപ്പിക്കുന്നതിന് 2.5 യൂണിറ്റ് വൈദ്യുതി മാത്രമാണ് ആവശ്യമായി വരുന്നത്. ജാതിക്ക, കൊക്കോ പരിപ്പ്, ഇറച്ചി, കുടംപുളി, മല്ലി, മുളക്, കൊപ്ര എന്നിവയെല്ലാം ഈ ഡ്രയറിൽ ഉണങ്ങിയെടുക്കാൻ കഴിയുമെന്ന് ഷാജി പറയുന്നു. ഇതൊരു മിനി ഡ്രയറാണ്. നമ്മുടെ വീട്ടിൽ കേടായി പോകുന്ന ഫ്രിഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ട് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്കൊരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഒരു 5000 രൂപ മുടക്കം ഒരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ചെയ്യുന്നതിന്. ഇതിന് കറണ്ട് ചാർജ് വളരെ കുറവാണ്. 40 വാട്ട്സിന്റെ 4 ബൾബാണ് ഉപയോഗിക്കുന്നത്. ഒരു 12 മണിക്കൂർ കൊണ്ട് ജാതിപത്രി ഉണങ്ങിയെടുക്കാൻ പറ്റും. ഒരു 24 മണിക്കൂർ കൊണ്ട് ജാതി കായ് ഉണങ്ങിയെടുക്കാം. പിന്നെ വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുക്കാവുന്ന എന്ത് സാധനം ഇതിനകത്ത് വെച്ച് ഉണങ്ങിയെടുക്കാം. ഇതിന്റെ കറണ്ട് ചാർജ് വളരെ കുറവായിരിക്കും. ഒരു 24 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 2.5 യൂണിറ്റ് കറണ്ടേ ആകത്തുള്ളൂ. പിന്നെ ഫ്രിഡ്ജ് കൊണ്ടുവരുന്നവർക്ക് 5000 രൂപയ്ക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്രിഡ്ജ് വേണ്ടവർക്ക് ഇപ്പൊ ഫ്രിഡ്ജ് കിട്ടാനില്ലാത്തതുകൊണ്ട് ഒരു 6500 രൂപയൊക്കെ മുടക്ക് വരും ഫ്രിഡ്ജ് ഇല്ലാതെ ചെയ്യുന്നതിന്. വളരെ ചിലവുകളാണ് ചെയ്തെടുക്കുന്നതിന്. ഫ്രിഡ്ജ് ആരും കൊണ്ടുതരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ 5000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. മാർക്കറ്റിൽ ഡ്രയറുകൾക്ക് വൻ വിലയാണ് നൽകേണ്ടി വരിക. അതേസമയം പഴയ ഫ്രിഡ്ജ് നൽകിയാൽ 5000 രൂപയ്ക്കും ഫ്രിഡ്ജ് നൽകാതെ 6000 രൂപയ്ക്കുമാണ് ഷാജി ഡ്രയർ നിർമ്മിച്ചു നൽകുന്നത്. ഫ്രിഡ്ജിൽ നിർമ്മിച്ച ഡ്രയറുകൾക്ക് അന്യ ജില്ലയിൽ നിന്ന് പോലും ആവശ്യക്കാർ ഏറെയുണ്ട്. നല്ല ഒരു കർഷകൻ കൂടിയായ ഷാജിയുടെ ഡ്രയറുകൾ മഴക്കാലത്ത് ജാതി കർഷകർക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry,
കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മൂന്നാർ പഞ്ചായത്ത് നായകളെ കൂട്ടത്തോടെ കൊന്നു കുഴിച്ചു മൂടിയതായി പരാതി. പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്ത് കുഴിച്ചുമൂടിയതായി പരാതി ഉയർന്നിരിക്കുന്നത് 200ഓളം നായകളെ. സംഭവത്തിൽ ഇടുക്കി അനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിൽ മൂന്നാർ പഞ്ചായത്ത് അധികൃതർക്കെതിരെ പോലീസ് കേസെടുത്തു. കാർഡമം ഹിൽ റിസർവിൽ നിന്നും വ്യാപകമായി മരം മുറിച്ചു കടത്തിയ സംഭവത്തിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ കേസെടുത്തിരിക്കുന്നത് ശാന്തൻപാറ പേത്തുട്ടിൽ നിന്നും മരം മുറിച്ചു കടത്തിയ സംഭവത്തിൽ. കേസിൽ സംസ്ഥാന വനം വകുപ്പിലെ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഉൾപ്പെടെ 5 കക്ഷികൾക്ക് ദേശീയ ഹരിത ട്രിബ്യൂണൽ നോട്ടീസ് അയച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം സർക്കാർ LP സ്കൂളിന് സമീപം ഇടിഞ്ഞ് റോഡിലേക്ക് നിരങ്ങിയെത്തിയ മണ്ണ് നീക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായി ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ. മുമ്പ് ഇവിടെ നിന്ന് ഇടിഞ്ഞ മണ്ണ് കോരി നീക്കം ചെയ്തിരുന്നുവെന്നും ശേഷിക്കുന്ന മണ്ണ് വീണ്ടും നിരങ്ങി റോഡിന്റെ മധ്യഭാഗത്തോളം എത്തുകയാണ് ഉണ്ടായിട്ടുള്ളതെന്നും സബ് കളക്ടർ. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. രാജ്യസ്നേഹത്തിന്റെ മഹത്തരമായ പ്രതീകമായി ഖാദി ഉൽപ്പന്നങ്ങളെ നിലനിർത്താൻ സാധിച്ചുവെന്ന് മന്ത്രി. രാജ്യത്തിന്റെ മതേതര കാഴ്ചപ്പാടിനെ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് ഖാദി എന്നും റോഷി അഗസ്റ്റിൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.